ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീക്കെൻഡ് വ്ലോഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, തംബ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നല്ലേ. അതിനെക്കുറിച്ചൊരു ലോങ് സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് അത് പറയാം കേട്ടോ. എൻ്റെ ഫ്ലൈറ്റ് ഇന്ന് മ്യൂണിക്കിൽ നിന്നാണ് വൈകുന്നേരം 9:30. ഇന്ന് സൺഡേ ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ അടുത്ത സൺഡേ ആയിരിക്കും കാണുന്നത്. ആ സമയത്ത് ഞാൻ നാട്ടിലായിരിക്കും കേട്ടോ. ഞാൻ എന്നാ പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ. വൈകുട്ടിയാണ് അമ്മയ്ക്ക് വ്ളോഗ് എടുത്ത് തരുന്നത്, എൻ്റെ സുന്ദരിക്കുട്ടി. ഐ എം ഗോണ മിസ് ഹർ ഫോർ നെക്സ്റ്റ് 2-3 weeks. 3 weeks precisely. ഈ കോമാളി വേഷത്തിൽ നടന്ന മനസ്സിലാക്കലെന്ന് വെരി കംഫർട്ടബിൾ ഫോർ ലോങ് ട്രാവലിനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ ജീൻസ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ബെൽറ്റ് ഇടണം. എയർപോർട്ട് സെക്യൂരിറ്റിയിൽ ബെൽറ്റ് ഒക്കെ ഊരേണ്ടി വരും. ഇറ്റ്സ് എ ബിഗ് മെസ്. അപ്പോൾ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ് ബാഗ്. ഇത് ഓൾമോസ്റ്റ് പാക്കായി. പിന്നെ ഇതെൻ്റെ ഹാൻഡ് ബാഗ്, പിന്നെ അതിൻ്റെ ലഗേജ്. സോ ഇനി എനിക്ക് മേക്കപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി റെഡി. സോ ലെറ്റ് മീ ജസ്റ്റ് ഫിനിഷ് മൈ മേക്കപ്പ്. റെറ്റിനോൾ സിറമാണ് ഇത്. നല്ലതാണ് ഫോർ ആൻറ്റി റിങ്കിൾസ് ആൻഡ് ഓൾ. 40s ഇത് തേച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. തേച്ചിട്ട് വരാം. മൈ മേക്കപ്പ് ഈസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് കാജൽ. എനിക്ക് കണ്ണ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. കണ്ണെഴുതും, ഒരു ലിപ്സ്റ്റിക് ഇടും. അപ്പോൾ കണ്ണെഴുതാം. ലോങ് ട്രാവലിന് കണ്ണ് എഴുതുന്നത് അങ്ങനെ അഡ്വൈസബിൾ അല്ല. ബിക്കോസ് നമ്മൾ ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് തിരുമ്മി കഴിയുമ്പോഴത്തേക്ക് ദിഗംബരനായി മാറും. ഡാർക്കായിട്ട് കണ്ണ് എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് വൈകക്കുട്ടി സൗപ്പുകുട്ടി എനിക്ക് ഗിഫ്റ്റ് എന്ന മസ്കാരയാണ്. അങ്ങനെ ഞാൻ റെഡിയായി ഗൈസ്. നൗ ഐ എം വെയിറ്റിംഗ് ഫോർ ബിനോയ്. ബിനോയ് ആണ് എന്നെ ഇന്ന് ന്യൂൺബർഗിൽ വിടുന്നത്. ഞങ്ങളുടെ കാറിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. ബസന്തി ഈസ് അണ്ടർ മെയിൻ്റനൻസ്. സോ ബിനോയും ശ്രീനേട്ടനും കൂടെ ആണ് എന്നെ ന്യൂൺബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വിടുന്നത്. അവിടുന്ന് ഞാൻ ട്രെയിൻ പിടിക്കും ടു മ്യൂണിക്. ബാക്കി വിശേഷങ്ങൾ ഓൺ ദി വേ. ശ്രീനേട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. വിൽ യു മിസ് മീ? താങ്ക് യു. വിൽ യു മിസ് മീ? 3 ആഴ്ചത്തേക്ക് ശല്യം ഒഴിവാന്നിരിക്കല്ലേ? ആണേ, കണ്ടില്ലേ? പുഞ്ചിരി പുഞ്ചിരി. പഠിക്കണം. അവിടെ ഇവിടെ വീട് വൃത്തിയാക്കി വെക്കണം കേട്ടോ. അടി ഇടരുത് സോപ്പയുടെ കൂടെ കേട്ടോ. ടേക്ക് കെയർ. അമ്മ വിളിക്കാട്ടോ. ആ, അവനോട് പുറത്ത് പണിഞ്ഞു. നമ്മുടെ സ്ഥിരം ഡ്യൂട്ടി ഫ്രീയിൽ ഗൈസ്. ഇനി കുറച്ച് നേരം കൂടെ ഉണ്ട് എൻ്റെ ഫ്ലൈറ്റിന്. അപ്പോൾ ആ സമയത്ത് ഡ്യൂട്ടി ഫ്രീയിൽ വന്നൊന്ന് വായി നോക്കുവാണ്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നമുക്കിവിടെ എമിറേറ്റ്സിൻ്റെ തന്നെ ലേ ഓവർ ഉണ്ടെങ്കിൽ ഹോട്ടലിൽ കിട്ടും. കൂടാതെ ഒരു ക്യാബും കിട്ടും കേട്ടോ. ക്യാബിലിട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് പോവാം.
ഇത് കൊള്ളാട്ടോ സെറ്റപ്പ്, സൂപ്പർ. ഐ ആം ജസ്റ്റ് ലവിങ് ഇറ്റ്. വാവ്. ഓൺലി ഫോർ 9 hours. പക്ഷേ ആഹാ, ലുക്ക് അറ്റ് ദിസ്. ദിസ് ഈസ് സോ സൂപ്പർ. അടിപൊളി അടിപൊളി കൊള്ളാട്ടോ. ബാട്ടബുണ്ട്, അല്ലാണ്ട് ഫ്ലൈ എമിറേറ്റ്സ് എന്ന് വെറുതെ അല്ല പറയുന്നത്, അടിപൊളി സെറ്റപ്പ് കേട്ടോ. എന്റെ തമ്മില് പറഞ്ഞോട്ടെ, എന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയ കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുവാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറയാം എന്താ അതിന്റെ സ്റ്റോറിന്ന്. അതൊരു വലിയ സ്റ്റോറിയാണ് ഗൈസ്. എൻ്റെ ആക്ച്വൽ ഫ്ലൈറ്റ് മാർച്ച് 10 ആയിരുന്നു രാവിലെ 9 ഫ്രം ഫ്രാങ്ക്ഫർട്ട് ടു ദുബായ് ടു ട്രിവാൻഡ്രം. ലേ ഓവർ ദുബായിൽ ഒരു 2.5 മണിക്കൂർ ലേ ഓവറിൽ. ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി പ്ലാൻഡ് ഫ്ലൈറ്റ്. ഒരു 1.5 മാസം മുന്നേ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ നാട്ടിൽ വരാറുണ്ട്. ഞാൻ വരുന്നത് ഡയറക്റ്റ് ട്രിവാൻഡ്രത്തായിരിക്കും. അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. ഞങ്ങൾ ഒരു 12 years കൊണ്ട് ഒരുമിച്ച് പൊങ്കാല ഇടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അവരെനിക്ക് വേണ്ടിയിട്ടും കൂടെ റൂം ബുക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും പ്ലാൻ ചെയ്ത്. അപ്പം ഞങ്ങൾ പൊങ്കാലയ്ക്ക് 1 ദിവസമോ 2 ദിവസം മുന്നേ ഞാൻ എത്തും. എന്നിട്ട് അവർ 1 ദിവസം മുന്നേ വരും. ദെൻ അവിടെ ഞങ്ങൾ എത്താൻ അങ്ങനെ നേരത്തെ എത്തുന്ന കാരണം നമുക്ക് അമ്പലത്തിൽ പോയി തൊഴണം, പിന്നെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ 1-2 ദിവസം നേരത്തെ എത്തുന്നത്. അതേ പ്ലാൻ വെച്ചിട്ടാണ് ഈ വർഷം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 13-ാം തീയതിയാണ് പൊങ്കാല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പൊങ്കാലയെല്ലാം കഴിഞ്ഞാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോയാണ്. ലൈക്ക് ഞാൻ ഈ സംസാരിക്കുന്നത് മാർച്ച് 10-ാം തീയതിയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഫ്രാങ്ക്ഫർട്ട് ദുബായിയുടെ ഫ്ലൈറ്റ് മാർച്ച് 10-ാം തീയതി എയർപോർട്ട് സ്ട്രൈക്ക് കാരണം കൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. സഡൻ കോൾ ഔട്ട്. അപ്പം മാർച്ച് 10th ഏർലി മോർണിംഗ് ലൈക്ക് 9:30 ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സാധാരണ ശ്രീനേട്ടനാണ് എന്നെ കൊണ്ടുവിടാറുള്ളത്. നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു 1 ദിവസം മുന്നേ ഫ്രാങ്ക്ഫർട്ടിൽ വരാം വൈകുന്നേരം. എന്നിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എനിക്ക് ഡയറക്റ്റ് എയർപോർട്ടിലോട്ട് പോവാം. ഇറ്റ്സ് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ്. ശ്രീനേട്ടിന്റെ വെളുപ്പിന് 3 മണിക്ക് നമ്മൾ എണ്ണിച്ച് അത്ര സ്ട്രെസ് ആയിട്ട് വണ്ടി ഓടിച്ചൊന്നും വരണ്ട. പിന്നെ അതുമല്ല 10th കുട്ടികളുടെ സ്കൂൾ തുറക്കും. ആഫ്റ്റർ 1 week ഓഫ് ഫാഷൻ ഹോളിഡേ സ്കൂൾ തുറക്കുമായിരുന്നു. അപ്പൊ അവര് ശ്രീനേട്ടൻ എന്നെ വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആവും. അപ്പൊ ആ സ്ട്രെസ് ഒക്കെ ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ 9th ഫ്രാങ്ക്ഫർട്ടിൽ എനിക്കൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്റെ ഫോൺ എടുത്ത് നോക്കിയത് ടു ഡു ദി വെബ് ചെക്ക് ഇൻ. അപ്പോൾ എനിക്ക് മെയിൽ വന്നു ഫ്രം എമിറേറ്റ്സ്. അപ്പോഴാണ് ഞാൻ മെയിൽ കാണുന്നത് എമിറേറ്റ്സിന്റെ ദാറ്റ് യുവർ ഫ്ലൈറ്റ് ക്യാൻസൽ ഡ്യൂ ടു ദ എയർപോർട്ട് സ്ട്രൈക്ക് ആൻഡ് നൗ യുവർ ഫ്ലൈറ്റ് ഇസ് റീബുക്ഡ് ഓൺ ദി 11th of March. I was completely shocked guys and shattered because 11th Marchന്റെ ഫ്ലൈറ്റ് ഞാൻ എടുക്കുവാണെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തുന്നത് 12th നൈറ്റിലാണ് ആൻഡ് 13th ഏർലി മോർണിംഗ് ഇസ് പൊങ്കാല. എന്താ പറയാ, ആ ഒരു മിനിറ്റിൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടത്. ബിക്കോസ് 13th രാവിലെ പൂജയാണെങ്കിൽ പൊങ്കാലയാണെങ്കിൽ 12th രാവിലെ എങ്കിലും നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചെല്ലാം സെറ്റൊക്കെ ചെയ്ത് വെക്കണം. അപ്പൊ ഇത് 12ാം തീയതി രാത്രിയിൽ എത്തുന്നത്. 13ാം തീയതിക്ക് ഞാൻ എങ്ങനെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ മേടിക്കും സാധനങ്ങൾ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേടിക്കും. ബട്ട് എനിക്ക് ഒരു സമാധാനം കാണത്തില്ല. എനിക്ക് നേരത്തെ എത്തി, എനിക്ക് തന്നെ ബഫർ ടൈം കൊടുക്കണം. എനിക്കൊന്ന് സെറ്റ് ആവണം. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. ആറ്റുകാൽ പൊങ്കാല ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ ഫോർ മീ. എന്റെ ലൈഫ് മൊത്തം 360 ഡിഗ്രി ആയിട്ട് മാറ്റിയ ഒരു ഫെസ്റ്റിവൽ ആണത്. സോ എനിക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷൻസാണ്. എനിക്ക് നേരത്തെ എത്തണം, എനിക്കതായിരുന്നു എന്റെ മനസ്സിൽ. സോ ഐ കോൾഡ് എമിറേറ്റ്സ്. ഐ ടോൾഡ് ദം ദാറ്റ് I have to be in Trivandrum before 12th. So please help me book the tickets. Can you help to find out some other locations from where I can travel within Germany? അവർ പറഞ്ഞു ജർമ്മനിയിലെ എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാ എയർപോർട്ട്സിലും സ്ട്രൈക്കാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നിയറസ്റ്റ് കൺട്രീസ് നെതർലാൻഡ്സ്. അപ്പൊ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഓപ്ഷൻസ് ഉണ്ടോ ചോദിച്ചു. അത് സൺഡേ ഒരു ദിവസം മുന്നേ ലൈക്ക് ഇന്ന് 9th ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്നലത്തേക്ക്. ഇന്നലെ ആയിരുന്നു 9th. അപ്പൊ ഇന്ന് മൺഡേ ആണ്. അപ്പോ അവർ പറഞ്ഞു ആംസ്റ്റർഡാമിൽ നിന്നുണ്ട്, പക്ഷേ അതും ബിസിനസ് ക്ലാസ്സേ ഉള്ളൂ, ഇക്കോണമിയിൽ കിട്ടില്ല. ആൻഡ് ഈ ഫ്ലൈറ്റ് അങ്ങോട്ട് മാറ്റിത്തരാൻ പറ്റത്തില്ല. ഐ ഹാവ് ടു ക്യാൻസൽ ദിസ് ഫ്ലൈറ്റ് ആൻഡ് റീബുക്ക് ദയർ. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ആംസ്റ്റർഡാമിൽ പോകണമെങ്കിൽ തന്നെ ഒരു 5-6 മണിക്കൂർ ഡ്രൈവ് കൊണ്ട്, ട്രെയിനിൽ പോകണമെങ്കിൽ 8 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇതെല്ലാം സാറ്റർഡേ ആണ് സംസാരം നടക്കുന്നത്. സൺഡേ അങ്ങനെയാണെങ്കിൽ സൺഡേ ഏർലി മോർണിംഗ് ഞാൻ വിട്ടാലേ എനിക്ക് സൺഡേ ഈവനിങ് ഫ്ലൈറ്റ് ഫ്രം ആംസ്റ്റർഡാം എടുക്കാൻ പറ്റുള്ളൂ. അത് അഗൈൻ ദാറ്റ് ടു ബിസിനസ് ക്ലാസ്. സോ ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ്. So I dropped that plan. Then I asked them if I can get a ticket booked for Sunday, which is 9th of March. അപ്പോൾ അവര്
ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് കുറേ നോക്കിയിട്ട് പറഞ്ഞു ഒറ്റ ഒരു ഫ്ലൈറ്റേ ഉള്ളൂ ഫ്രം മ്യൂണിക് ടു ഫ്രാങ്ക്ഫർട്ട് ടു ട്രിവാൻഡ്രം വിത്ത് 14 hours layover and only business class is available, no other options. And if I'm not going to book in that, after 4 hours strike call out ചെയ്യാൻ പോവാണ് അവര്. എനിക്ക് എന്താ പറയാ, എനിക്ക് നാട്ടിലെത്തണം, എനിക്ക് നാട്ടിലെത്തി അമ്മേനെ തൊഴണം, പിന്നെ എൻ്റെ ഡാഡിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, എനിക്ക് അച്ഛനെ പിന്നെ പപ്പായെ കാണണം, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് എനിക്ക് അങ്ങനെ മുമ്പേ അങ്ങനെ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ ഡീൽ ചെയ്തിട്ടില്ല. സോ ആൻഡ് മൈ ഫ്രണ്ട്സ് വർ ക്വൈറ്റ് സപ്പോർട്ടീവ്, ദേ ഓൾ ഹെൽപ്പ് മീ ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്ഷൻസ്. ആൻഡ് ദെൻ ഫൈനലി ഓക്കെ ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ ദെൻ യു ബുക്ക് ദി ബിസിനസ് ക്ലാസ്, ഇറ്റ്സ് ഫൈൻ, കാശ് വരുമ്പോൾ പോവുകയൊക്കെ ചെയ്യും. ആൻഡ് എന്തായാലും എനിക്ക് ഫ്ലൈറ്റ് കിട്ടി. ഇപ്പം ആ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ശ്രീനേട്ടൻ എൻ്റെ അടുത്ത് അതാ പറഞ്ഞ ഡോണ്ട് വറി അബൌട്ട് ദി എക്സ്പെൻസ് ആൻഡ് ഓൾ, ബട്ട് അറ്റ്ലീസ്റ്റ് യു ഗോട്ട് ദി ഫ്ലൈറ്റ്. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. അതായിരുന്നു കൈ സ്റ്റോറി. അപ്പോൾ എൻ്റെ 10th ഫ്ലൈറ്റ് ക്യാൻസലായി. ഞാനൊരു ദിവസം മുന്നേ ട്രാവൽ ചെയ്തതും കൊണ്ട് എന്താണ് 14 hours ലേയോവർ ഉണ്ട് ദുബായിൽ. അപ്പം എമിറേറ്റ്സിലെ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവരെനിക്ക് അഡീഷണൽ ഓപ്ഷൻ തന്നത് ടു സ്റ്റേ ഇൻ ദി ഹോട്ടൽ അലോങ് വിത്ത് ദ വിസ ആൻഡ് വെരി 5-star സ്റ്റേ ഐ ക്യാൻ സേ. അടിപൊളി റൂമാണ്, കണ്ടില്ലേ, ദിസ് ഈസ് ദി റൂം ഗൈസ്. അടിപൊളി സ്റ്റേ ആണ്, സൂപ്പറാണ്. ഞാൻ രാവിലെ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ പ്രോസസ്സ്. ദുബായിലെത്തി 7:30 8 o'clock സംതിങ് ആയപ്പോൾ എത്തി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ആയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു അറ്റ് ദുബായ് കണക്ട്. അവിടെ പാസ്പോർട്ട് കൊടുത്തു. വിതിൻ 1 hour ഐ ഗോട്ട് മൈ വിസ അപ്രൂവ്ഡ്. പിന്നെ ആ വിസ സ്കാൻ ചെയ്ത് നമുക്ക് പുറത്ത് വരാം. അപ്പം എമിറേറ്റ്സിന് തന്നെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഫോർ ഇൻ ദ ലോഞ്ച് നമുക്ക് ബിസിനസ് ക്ലാസ്സിലുള്ളവർക്ക് അവർ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ക്യാബ് തരും. അപ്പോൾ ഇക്കോണമി ക്ലാസ്സിലുള്ളവരാണെങ്കിൽ നമുക്ക് ഷട്ടിൽ എടുക്കാം, അതും എയർപോർട്ടിന് പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റേ ഫുൾ ഫ്രീ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇസ് ഇൻക്ലൂഡഡ്. ഡിന്നറിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ ഫ്ലൈറ്റ് വൈകിട്ട് 9:30 8 മണിക്കാണ് എൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. സിറ്റിയിലാണ് ഈ ഹോട്ടൽ. ഞാനിപ്പോൾ നിൽക്കുന്ന JW മാരിയറ്റിലാണ്. ഇത് ഇച്ചിരി കുറച്ച് എനിക്ക് തോന്നുന്നു ദൂരം ഉണ്ടെന്ന്, അതോ ട്രാഫിക് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇറ്റ് ടോക്ക് എനിവേസ് 45 minutes ടു റീച്ച് ഹിയർ. ആൻഡ് അപ്പോൾ വൈകുന്നേരവും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവരോട് 5:30 ക്യാബ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ക്യാബ് ദേ വിൽ ഓൺലി ബുക്ക് ഫോർ യു. സോ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ എത്തിയിട്ട് കുറച്ച് ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്ക് അച്ഛനും അമ്മയ്ക്കും ഡേറ്റ്സ് മേടിച്ചിട്ടുണ്ടോ, ടൈഗർ ബാം ആൻഡ് ഓൾ ദാറ്റ് യു ഓൺലി ഗെറ്റ് ഹിയർ. ഐ മീൻ യു ഗെറ്റ് ഇറ്റ് എവറിവെയർ. പക്ഷെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഇത് വേറെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കണം. അപ്പോൾ ഐ തോട്ട് ഐ റീച്ച് എയർപോർട്ട് ലിറ്റിൽ ഏർലി ആൻഡ് ഫിനിഷ് മൈ ഷോപ്പിംഗ്. പിന്നെ എൻ്റെ ബ്രദറിനുള്ള ദുബായിലുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ്, ഏട്ടനാണ്. അപ്പം ഏട്ടൻ ഇപ്പം എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു. ഏട്ടൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്. അപ്പോൾ എട്ടത്തിയമ്മ ടീച്ചറാണ്. അപ്പോൾ എട്ടത്തിയമ്മ ഓൾറെഡി സ്കൂളിൽ പോയി. പിന്നെ കുട്ടികളൊക്കെ വലിയതാണ്, അവരൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ. അപ്പോൾ ഏട്ടൻ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണത്തോടെ വന്നത്. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വന്നിട്ട് ഡയറക്റ്റ്ലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ വാസ് ഓ മൈ ഗോഡ്, എത്ര സാധനങ്ങൾ ഞാൻ പറയണ്ട. ഞാൻ ഒരു മസാല ദോശ കഴിച്ചു, ഒരു ചായ കുടിച്ചു. ഞാൻ വിചാരിച്ചു വന്നിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പോഴാണ് ഏട്ടൻ വരുന്നത് പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു ദുബായി വന്നിട്ട് കിടന്ന് ഉറങ്ങണം, കുറച്ച് സമയം കിട്ടിയത് നമുക്കൊന്നുകൂടെ ഒന്ന് കാണാം. ദുബായിൽ പല പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ദുബായ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു വൈബും ആ ഒരു പ്രൗഢ ഗംഭീരം എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം. ഓക്കെ, എനിവേസ് ഏട്ടൻ വരും. ഏട്ടനെ ഒന്ന് മീറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് ഒന്ന് ഫ്രഷനപ്പായി ലഞ്ച് കഴിക്കാൻ പറ്റുവാണെങ്കിൽ പോയി കഴിക്കാം. ഫ്ലൈറ്റിൽ ഞാൻ ഡിന്നറൊന്നും എനിക്ക് തന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോൾ ഉറങ്ങിപ്പോയി എനിക്കറിയില്ല. അവരെന്നെ ഉണർത്തിയില്ല, എനിക്ക് അവർ ഡിന്നർ തന്നുമില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡയറക്റ്റ്ലി പോയി ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് കഥ.
എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിൻ്റെ കഥ അതായിരുന്നു. തമ്മിൽ എഴുതിയിരുന്ന കഥ ഇതായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്രദറിൻലോ എന്നെ കാണാനായിട്ട് വരുന്നെന്ന്. ഏട്ടൻ വന്നു കേട്ടോ. ഞാനിപ്പോൾ ഏട്ടനെ കാണാനായിട്ട് താഴോട്ട് പോവാം. ഏട്ടൻ ലോബിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഏട്ടനിവിടെ കുറേ വർഷമായിട്ട് സെറ്റിൽഡാണ് ഫാമിലിയായിട്ട്. ഞങ്ങൾ ദുബായിൽ വരുമ്പോഴൊക്കെ ഏട്ടൻ്റെ അടുത്താണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഞാനിന്നിവിടെ നിൽക്കും എന്നുള്ളത് അറിയില്ലായിരുന്നല്ലോ, പെട്ടെന്നുണ്ടായ പ്ലാനല്ലേ. അപ്പോൾ ഏട്ടനോട് വിളിച്ച് പറഞ്ഞു ഏട്ടൻ വന്നിട്ടുണ്ട്. കണ്ട എൻ്റെ ബാക്കിൽ എന്ത് രസമാണ് കാണാൻ. എന്നെ ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോവാ. ഏട്ടത്തിയമ്മയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അടുത്താണ് വീട്, ജസ്റ്റ് 10 മിനിറ്റ്സേ ഉള്ളൂ. അപ്പം ഏട്ടൻ എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞ് ലഞ്ച് കഴിക്കാൻ. ഞാൻ പോയിട്ട് എൻ്റെ പാസ്പോർട്ടും ബാഗും ഒക്കെ ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. അപ്പോൾ അങ്ങനെ ഏട്ടൻ്റെ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതാണ് ഉണ്ണിക്കുട്ടേട്ടൻ, ശ്രീനേട്ടൻ്റെ ബ്രദറാണ് കേട്ടോ, എൽഡർ ബ്രദർ. അങ്ങനെ ഏട്ടൻ്റെ കൂടെ ഏട്ടൻ്റെ വീട്ടിൽ പോയി. ഏട്ടത്തിയമ്മ സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഏട്ടത്തിയമ്മയുടെ വിഷ്വൽസ് ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയി ഓണസ്റ്റ്ലി അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക്. പിന്നെ വീട്ടിൽ ഏട്ടത്തിയമ്മയുടെ അമ്മയുണ്ടായിരുന്നു, പിന്നെ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സദ്യയൊക്കെ കഴിച്ചു. അവരെനിക്ക് അടിപൊളിയായിട്ടൊരു സദ്യയൊക്കെ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോർട്ട് നോട്ടീസ് ആയത് കൊണ്ടൊന്നും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഏട്ടത്തിയമ്മയുടെ അമ്മ നല്ല സ്വീറ്റായിട്ട് അതെല്ലാം വിളമ്പി അടിപൊളിയായിട്ട് തന്നു. പിന്നെ ഏട്ടൻ എന്നെ തിരിച്ച് ഹോട്ടലിൽ വൈകിട്ട് കൊണ്ടുപോയിട്ടു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി നാട്ടിൽ നിന്ന് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.